ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു മക്രോണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് മക്രോണി തട്ടിയിടുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് എണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് മക്രോണി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി സവാള, ക്യാരറ്റ്, തക്കാളി എന്നിവ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കുക. എണ്ണയ്ക്ക് പകരം ബട്ടർ ആണെങ്കിൽ അടിപൊളിയാണ്. ബട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ ബട്ടർ തന്നെ മസ്റ്റായിട്ട് ഇടണം. ഈ സമയത്ത് നമ്മുടെ പാസ്റ്റ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഒരു കഷ്ണം പട്ട, പെരുംജീരകം അതിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് സവാള ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. ഇതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, കിഴങ്ങ് എന്നിവ ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. കിഴങ്ങ് ഞാൻ കട്ട് ചെയ്തപ്പോൾ കാണിച്ചില്ല, കിഴങ്ങ് കൊണ്ടായിരുന്നു. ഞാൻ ഈ സമയത്ത് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ഞാനിട്ടത്. ഇത്രയും മതി. ഒരുപാട് പൊടികളൊന്നും വലിച്ചു വാരിയിടേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് കസ്തൂരി മേത്തി അതുകൂടെ ഇട്ട നല്ല ഒരു ഫ്ലേവർ കിട്ടും നമ്മുടെ മക്രോണിക്ക്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി ഇതിലേക്ക് തട്ടിയിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എണ്ണ ഒഴിച്ചുകൊണ്ട് നമ്മുടെ മക്രോണികൾ തമ്മിൽ പരസ്പരം ഒന്നും ഒട്ടിപ്പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സോസ് കൂടെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മക്കൾക്കൊക്കെ സോസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കസ്തൂരി മേത്തിയിട്ടിട്ട് നല്ല ഗാർണിഷ് ചെയ്തു. അതിന് സമയം കൊണ്ട് മക്കൾ മദ്രസയിൽ പോയിട്ട് വന്നിട്ടുണ്ട് 2 പേരും. ഇനി നമ്മുടെ മക്കൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്.